പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇരുവേരിക്കാവ്, ഇരുവേരി പുലിദൈവ ക്ഷേത്രം അല്ലെങ്കിൽ ഇരുവേരിക്കുന്ന് കൈലാസം. മലബാറിലെ തെയ്യക്കാലം ആരംഭിക്കുന്നത് തുലാം 10 മുതലാണ്. എന്നാൽ ചുരുക്കം ചില കാവുകളിൽ തെയ്യങ്ങളുടെ വെള്ളാട്ടം കെട്ടിയാടാറുണ്ട്. അത്തരം ഒരു കാവിലേക്കാണ് ഈ യാത്ര. കണ്ണൂർ ജില്ലയിൽ ചച്ചേരച്ചാലിന് സമീപം പാനേരി ചാലിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രാചീന കാവാണ് ഇരുവേരി പുലിദൈവ ക്ഷേത്രം അല്ലെങ്കിൽ ഇരുവേരിക്കുന്ന് കൈലാസം. വളരെയധികം പ്രാധാന്യമുള്ളതും നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നിടവും കൂടിയാണ് ഇരുവേരി പുലിദൈവ ക്ഷേത്രം. പുലിദൈവങ്ങളുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ പ്രദേശം അനുഷ്ഠാന കലകളായ തെയ്യങ്ങളിലൂടെയും പ്രകൃതിദത്തമായ കാവുകളിലൂടെയും പ്രശസ്തമാണ്. ഐതിഹ്യവും വിശ്വാസവും. പുലിദൈവ സങ്കല്പം. ശിവനും പാർവതിയും കാട്ടിലൂടെ സഞ്ചരിക്കവേ പുലിയുടെയും പെൺപുലിയുടെയും പുലികണ്ഠൻ പുലിക്കരിങ്കാലി രൂപവും കണ്ടുവെന്നും അവരിലൂടെ പുലിദൈവങ്ങൾ ഉണ്ടായെന്നുമാണ് ഇവിടുത്തെ ഐതിഹ്യം. കന്നുകാലികളെയും കൃഷിയെയും സംരക്ഷിക്കുന്ന ദൈവങ്ങളായിട്ടാണ് പുലിദൈവങ്ങളെ ഇവിടെ ആരാധിക്കുന്നത്. ഇരുവേരിക്കുന്ന് കൈലാസം എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു.
ഒറ്റ നോട്ടത്തിൽ നരിയും പുലിയും അടക്കി വാഴുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന വനസാമ്രാജ്യമാണ് ഇരുവേരിക്കാവിനെ വ്യത്യസ്തമാക്കുന്നത്. കാവിനു മുന്നിലൂടെ കാടിനെ മുറിച്ചുകൊണ്ട് കല്ലുപാകിയ നടവഴി താഴേക്ക് ഇറങ്ങിച്ചെന്നാൽ മനോഹരമായ കുളം ആരെയും ആകർഷിക്കും. ഇരുവേരിക്കാവ് പഴമയുടെ പ്രൗഢിയിൽ ദൂരെ നാടുകളിൽ നിന്നു പോലും ഇരുവേരിക്കാവിനെ തേടി ഭക്തരും പ്രകൃതി സ്നേഹികളും വരുന്നു. ഇത് ഇരുവേരി പുലിദേവ ക്ഷേത്രം എന്ന് ഇവിടെ പറയാം. നമ്മൾ നാട്ടുകാർ ഇരുവേരിക്കാവെന്ന് എല്ലാവരും പറയും. ഇരുവേരിക്കാവ് എന്ന് പറഞ്ഞാൽ പുലിദേവ ക്ഷേത്രമാണ്. പുലിയും പുലിപറ്റ മക്കളായി വരും അതൊരു ക്ഷേത്രത്തിൽ. പക്ഷെ എല്ലാ ക്ഷേത്രം പോലെയല്ല. നമ്മളിങ്ങോട്ട് ഈ ഇരുവേരിക്കാവ് കാഞ്ഞ റോഡ് കിലാലൂർ അപ്പുറം ഒരു ഇതുണ്ട്, കല്ലിങ്ങൽ പൂക്കലവൻ അച്ഛനും അമ്മയും, പുലിമുത്തപ്പനും പുലിമുത്താച്ചി കല്ലിങ്ങൽ പൂക്കലവൻ, 2 ക്ഷേത്രമാണ്. ഒരു ക്ഷേത്രത്തിൽ ഗണപതിയാറ്, കരിന്തരകണ്ണൻ, അപ്പക്കള്ളൻ, പിന്നെ കാളപ്പുലിയൻ, പുലിക്കണ്ണൻ, പുല്ലൂർ കണ്ണൻ, പുള്ളിക്കരിങ്കാളി. പുലിരുകാളി എന്ന് പറഞ്ഞാൽ പുലിത്തെയ്യം, അങ്ങനെയാണ്. അത് പുലിയുടെ കയ്യിൽ ഈ അച്ഛനും അമ്മയും പുലികാളി മോളാണ്. പിന്നെ പുലിക്കണ്ണൻ പുല്ലൂർ കണ്ണൻ അതുള്ള. അത് ഈ പുലിയൂർ കാളിയും പുള്ളിക്ക് അമ്മയും മോളും മേൽമാടത്തിന് തന്നെയാണ് ഇരുവേരിക്കാവിൽ. ഈ പുലി ദേവതകൾ ആരെല്ലാം? പുലികൾ ഇവിടെയുള്ള പുള്ളിക്കരിങ്കാളി, അത് അമ്മ, പിന്നെ പുലിക്കണ്ണൻ അച്ഛൻ, പിന്നെ പുലിയൂർ കാളി നമ്മൾ പറയും, പുല്ലൂർ കാളി എന്ന് ചില സ്ഥലങ്ങളിൽ പറയും. അപ്പം ഈടത്ത് നമ്മളവിടെ പുലിത്തെയ്യം എന്ന് പറയാം, അത് മോളാണ്. പിന്നെ പുലിക്കണ്ണൻ പുല്ലൂർ കണ്ണൻ ഇവിടെ ഉള്ളതാണ്. പിന്നെ ഈ കണ്ടപ്പുലി മാരപ്പുലി ദൈവം ഇവിടെ ഇല്ല. എത്ര തെയ്യങ്ങൾ ഇവിടെ കെട്ടിയാടുന്നുണ്ട്? 9 പിന്നെ 2 11 തെയ്യം. അപ്പോൾ ഇപ്പോൾ ഇന്ന് നടക്കുന്ന ചടങ്ങ് എന്താണ്? ഇന്ന് നടക്കുന്ന ഇവിടെ വെള്ളാട്ടം, കർക്കിടക വെള്ളാട്ടം, കർക്കിടക 28. കർക്കിടക 28 എല്ലാ വർഷവും എല്ലാ വർഷവും ഉണ്ട്. അത് 5 ദൈവത്തിൻ്റെ വെള്ളാട്ടം. 5 ദൈവത്തിൻ്റെ വെള്ളാട്ടം ഭഗവതീൻ്റെ പുള്ളിക്കരിങ്കാളി അമ്മേൻ്റെ കുളിച്ചു നടത്തും. അപ്പോൾ അത് എമ്പ്രാനാണ്. നമ്മൾ കെട്ടിയാടല്ല, എമ്പ്രാൻ്റെ കുളിച്ചെടുത്താണ്. അതാ പുള്ളിക്കരിങ്കാളി അമ്മ. അതിൻ്റെ ഇപ്പം അങ്ങനെയാണ് വെള്ളാട്ടം കഴിഞ്ഞു. ഇനിയും പിന്നെ ഇപ്പോൾ കുളിച്ചെള്ളത്ത് തമ്പുരാട്ടി കഴിഞ്ഞാൽ 3 വെള്ളാട്ടം ആദ്യമുണ്ട്. നമ്മൾ മകര 28 ഉത്സവം, മകര 28, 29, 5-ാമത്തെ ദിവസം മുടിയായിരിക്കും. അങ്ങനെയാണ്. കാവിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ എന്തെന്നില്ലാത്ത കുളിർമയാണ് അനുഭവപ്പെടുക. തെല്ലൊരു ഭയവും കൂടിയാവുമ്പോൾ അത് വ്യത്യസ്തമായ ഒരു അനുഭൂതിയാവുന്നു. ശില്പസമ്പുഷ്ടമായ ഗോപുരം വിശേഷ ദിവസങ്ങളിൽ മാത്രം തുറക്കുന്ന പടിഞ്ഞാറേ നടയിൽ സ്ഥിതി ചെയ്യുന്നു. കർക്കിടകം 28-ന് 5 തെയ്യങ്ങളുടെ വെള്ളാട്ടമാണ് ഇവിടെ നടക്കുന്നത്. എമ്പ്രാന്റെ കുളിച്ചെഴുന്നള്ളത്ത് ക്ഷേത്രത്തിലെത്തുന്നതോടെ ആ ചടങ്ങ് അവിടെ അവസാനിക്കുന്നു. ക്ഷേത്രത്തിൽ തുടർന്ന് മറ്റ് തെയ്യങ്ങളുടെ വെള്ളാട്ടവും നടക്കും. പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അങ്ങനെ ഇരുവേരി വനാന്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുലിക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുന്നു. കണ്ണൂരിൽ നിന്നും ചക്കരക്കല്ല് വെള്ളച്ചാൽ വഴി 16 കിലോമീറ്റർ കിഴക്കോട്ട് പോയാൽ ഈ ക്ഷേത്രത്തിൽ എത്താം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.